എന്നെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പരസ്യമായി മുന്നോട്ട് വരണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം, ഇവർ മുന്നോട്ട് വരുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കും. അവരെ ഉപദ്രവിക്കുമ്പം മാനസികമായി ഞാൻ തളരും. മനസ്സിലായോ? അത് എന്നെ കൂടുതൽ ഇതിപ്പോ ഞാൻ ശക്തയായി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. എൻ്റെ കൂടെ ആള് വരികയും അവരെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരെ ഇവർ മാനസികമായി തളർത്തുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ തളരും. കാരണം നമ്മൾ അവരെ വിശ്വസിച്ചു പോയി. അവര് വിശ്വസിച്ചു പോയതന്നെയല്ല, എന്റെ കൂടെ നിന്നതിനാണല്ലോ അവരത് സഫർ ചെയ്യേണ്ടി വരുന്നത്, അവരത് അനുഭവിക്കേണ്ടി വരുന്നത്, അവർ ഈ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. ഞാൻ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാവോ, അല്ലെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാവോ, അല്ലെ നിങ്ങൾ എനിക്കൊരു പിന്തുണ തരാവോ എന്ന് ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞു വന്നവരോടും ഞാൻ തടുക്കുക ചെയ്ത് വേണ്ട. പ്രമുഖരായ നടനടിമാര് സാൻഡ്രയെ വിളിച്ചിട്ട് ഞങ്ങൾ ധൈര്യമായിട്ട് കൂടെ ഉണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ? അതെന്തിനാ ഞാൻ പറയുന്നത്? പ്രമുഖരെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് ആരാന്നുള്ളത് എനിക്ക് പറയേണ്ട കാര്യം. ഇത്രയും തിരക്കിനിടയ്ക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വന്നപ്പം ഒരു 100-100 കോളുകളാണ് വരുന്നത്. കമന്റ് ഒക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഈ വായിച്ച കമന്റ് വിട്ടുപോയ ഒരു കമന്റ് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. പർദ്ദയിട്ട് വരാൻ നിനക്ക് നാണമില്ലേ? നീ ഇനി മതത്തെയും കൂടെ വലിച്ചിടുവാണോ? ഇത് ഷോ ഓഫ് ആണോ അല്ലെ പട്ടി ഷോ ആണോ? കണ്ടിരുന്നോ? അല്ല, അങ്ങനെയുള്ള പല കമന്റ്സും കണ്ടു. ഇങ്ങനെ എക്സാക്ട്ലി ഇങ്ങനെയല്ല. പക്ഷെ ഈ പർദ്ദയിട്ട് ഇന്നലെ എന്ത് പറ്റി പർദ്ദയ്ക്ക് ഇങ്ങനെ പർദ്ദയിട്ട് അത് ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെയുള്ള അതിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ പർദ്ദ ഇടാനുണ്ടായിരുന്ന ഒരു റീസണും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്ന ഇലക്ഷൻ ഓഫീസറെ പോയി കണ്ടു. അതായത് എൻ്റെ ഞാൻ നോമിനേഷൻ കൊടുത്താലും തള്ളും, എനിക്ക് നിയമസാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത സമയത്ത് ഇതെന്താ, ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തായ മറ്റൊരു നിർമ്മാതാവും ഷീല കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്ന് സാറിന് എങ്ങനെ അറിയാം? ഞാൻ വന്നപ്പോൾ തന്നെ സാറിന് അങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ അത് സാറിനെ ആരോ ഇൻഫോം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പറഞ്ഞു, അല്ല അതെനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു, എങ്ങനെ സാറിന് അറിയാം 2 ചെയ്തിട്ടുള്ളൂ എന്ന്? അപ്പോൾ സാർ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ആട്, അടികപ്പിയാരെ കൂട്ടമണി, ഫ്രൈഡേ, ഇതൊക്കെ ഞാൻ ചെയ്ത സിനിമകൾ തന്നെയാണ്. എന്നിട്ട് 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ആദ്യത്തെ എൻ്റെ പേര് വായിക്കാതെ സാൻഡ്ര തോമസ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് കിടക്കുന്നു, അപ്പൊ അത് വായിക്കാതെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് വായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ആദ്യം എഴുതിയേക്കുന്നത് വായിക്കൂ. അപ്പൊ പിന്നെ നിവൃത്തിയില്ലാതായി. അദ്ദേഹം പിന്നെ 3 പേരും 3 സെൻസർ സർട്ടിഫിക്കറ്റും വായിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സാൻഡ്ര, ഈ കാര്യത്തിൽ സാൻഡ്രയുടെ ഭാഗത്താണ് 100% ശരി, അതെനിക്കറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാ വ്യക്തി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നിസ്സഹായയായി പോയി. മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിരുന്ന്, എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉണ്ടായിരുന്നത്, എനിക്ക് അവരുടെ മുന്നിരുന്ന് കരയേണ്ടതായി വന്നു. ഞാൻ എന്തുകൊണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്നു? ഞാൻ അനുഭവിച്ച പെയിൻ എന്താ? അത് എനിക്ക് അവരുടെ മുന്നിരുന്നത് എനിക്കത് പറയേണ്ടി വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഭാഗത്ത് സത്യമുണ്ടായിട്ടും നീതി ഉണ്ടായിട്ടും അത് എൻ്റെ മുന്നിൽ നിഷേധിക്കപ്പെടുകയാണ്. മനസ്സിലായോ? ഞാൻ ശരിയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ശരിയാണെന്ന്, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും അറിയാം. പക്ഷെ അദ്ദേഹം അത് നിഷേധിക്കുകയാണ്. അവർക്ക് വേണ്ടി അത് ചെയ്യണം. അതല്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ അത് പിന്നെ ഒരു പ്രായമുള്ള എൻ്റെ ഒരു അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പ്രായമുള്ളൊരു ആൾക്കാരാണ് അവർ, ഭാര്യയും ഭർത്താവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഉള്ളു തുറന്ന് ഞാൻ പറഞ്ഞു എന്തൊക്കെയാ സംഭവിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ശരിയാണ്, എല്ലാം ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് അവസ്ഥ. അപ്പം അവസാനം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ നേരം പറഞ്ഞത്, സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് സാർ ചെയ്യൂ, ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ അടുത്ത് പോണേ പർദ്ദയിട്ടേ പോകാൻ പറ്റുള്ളല്ലോ എന്ന് പറഞ്ഞു.
അത് കാഷ്വലി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ, ഞാൻ എങ്ങനെ എൻ്റെ പ്രൊട്ടസ്റ്റ് കാണിക്കും? ഞാൻ എൻ്റെ പ്രതിഷേധം, എന്നോട് ചെയ്യുന്ന അനീതി, ഈ അനീതി ഞാൻ എങ്ങനെ വെളിയിലോട്ട് കാണിക്കും? എങ്ങനെ ഞാൻ ഇത് ശരിയല്ല എന്ന് ഞാൻ എങ്ങനെ അറിയിക്കും? എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഞാൻ ആ പർദ്ദയിട്ട് പോയത്. ഏതെങ്കിലും ഒരാൾ ആഗ്രഹിക്കുവോ അങ്ങനൊരു എന്താ പറയുക, അത് ഇപ്പം പർദ്ദ എന്നല്ല, ഒരു വേഷം, നമ്മളല്ലാത്തൊരു വേഷം നമ്മൾ ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇല്ല. ഞാൻ ചെയ്ത എൻ്റെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാ. എനിക്ക് എങ്ങനെ ആ തൊലിക്കെട്ടി കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അന്ന് ഞാൻ വേറൊരു വ്യക്തിയായിരുന്നു. എനിക്കത് അന്ന് പോലും മീഡിയക്കാർ പലരും അത് വേറൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നോട്, ഞാൻ മുസ്ലിം സമുദായത്തെ അങ്ങനെയൊന്നും കൂട്ടുപിടിക്കുകയല്ല. ഞാൻ നേരെ അവരെനിക്കെതിരാവുന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. അവരുടെ ഒരു വസ്ത്രത്തെ ഞാൻ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാവുമോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മനസ്സിലായോ? അല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാവും എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഓക്കെ, അവരെങ്ങാനും എനിക്കെതിരാവോ, അങ്ങനെയാ ഞാൻ വിചാരിച്ചത്. അപ്പം അവരെന്നോട് ചോദിക്കുന്നു, ഇത് ഇങ്ങനെ അങ്ങനെയല്ലേന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് ബൈബിളിലെ സാറയുടെ കാര്യം മനസ്സിലേക്ക് വരുന്നു. ഞാനല്ല സംസാരിച്ചതൊന്നും, എനിക്കെന്തോ പരകായ പ്രവേശം നടന്നതുപോലെ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ അന്നിന്ന് സംസാരിച്ചത്? എനിക്ക് എവിടുന്ന് കിട്ടി അതൊക്കെ? എനിക്ക് എങ്ങനെ അത് പറയാൻ പറ്റി എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒരു ശക്തി, എന്തോ ഒരു ശക്തിയുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവമാണ് ശക്തി. ആ ശക്തിയാണ് ഈ പറഞ്ഞ പോലെ അന്ന് പർദ്ദയിട്ട് പോയപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നലെ അസോസിയേഷൻ്റെ അവിടെ ചെന്നപ്പം സുരേഷ് കുമാറിൻ്റെ മനസ്സിൽ ആ മീഡിയക്കാരെ മുഴുവൻ അകത്ത് കയറ്റാനായിട്ട് തോന്നിപ്പിച്ച ശക്തി, എല്ലാം ഒരു ശക്തിയുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിൽ ഞാനൊരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുക? ഈ പറയുന്ന കാര്യം വേറെ ആരും എനിക്ക് സപ്പോർട്ടിനില്ല. വേറെ ആരും എനിക്ക് വേണ്ടി വന്ന് സാക്ഷി പറയില്ല. ഞാൻ കണ്ടതാ, അല്ല ഇത് ചെയ്തതാന്ന് ആരും സാക്ഷി പറയാനില്ല. ഞാൻ ഒറ്റയ്ക്കെല്ലാം പറയുന്നത്. ഇപ്പൊ ഇന്നലെ അവിടെ നടന്നത്, ഇന്നലെ ഈ മാധ്യമ പ്രവർത്തകരൊന്നും ഇല്ലെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? സാന്ദ്രയുടെ പത്രിക തള്ളി, അത്രേ ഉള്ളൂ. അത് വാലിഡ് അല്ല, അതുകൊണ്ട് തള്ളി. എന്നിട്ട് പോലും ഇന്നലെ ഈ നാമനിർദ്ദേശ സ്ക്രൂട്ടണിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ പല മാധ്യമങ്ങളിലും ഓൾറെഡി വന്നു കഴിഞ്ഞു, എലിജിബിൾ അല്ലാത്തത് കൊണ്ട് തള്ളും എന്ന് പറഞ്ഞു. ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം അവിടെയൊക്കെ എന്തോ ഒരു ശക്തി ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ വിശ്വസിക്കുക, അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? എനിക്കിപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് ഇത് അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 100%. അത് നീതിയെ വിജയിക്കുള്ളൂ. എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ കറക്ക് കുത്തി ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, അതാ ഞാൻ പറഞ്ഞേ, ഒരാളും എൻ്റെ കൂടെ വേണ്ട. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഞാൻ അതിനു വേണ്ടി നിൽക്കുകയും ചെയ്യും.